C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇങ്ങോട്ട് തന്നെയാണ് തിരികെ വരേണ്ടെന്ന് മറക്കരുത് ത്രിവിക്രമ. ഈ രേഖയെ പറ്റിച്ചിട്ട് ഇവിടെ ജോലി ചെയ്ത് സുഖിച്ചു കഴിയാമെന്ന് കരുതണ്ടതാ. താൻ ആരെയാണ് പറ്റിച്ചെന്ന് തനിക്ക് ശരിക്കും അറിയില്ല. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. ആരാരെയാണ് പറ്റിച്ചതെന്ന് ഞാൻ പറയണോ മാഡം? എനിക്ക് പണ്ടേ സിക്സ്ത് സെൻസ് അല്പം കൂടുതലാ. ത്രിവിക്രമന്റെ കണ്ണേ പോയുള്ളൂ. തലച്ചോറ് അതുപോലെ അവിടെ തന്നെ ഉണ്ട്. എന്നെ കുറിച്ച് മാഡം എന്താ കരുതിയിരിക്കുന്നത്? ഈ ത്രിവിക്രമൻ വെറും മണ്ടനാണെന്നോ? ആരും അറിയാതെ എനിക്ക് മാഡം സ്വർണ്ണാഭരണങ്ങൾ തന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കൂടെ നിൽക്കുന്നവരെ സംശയിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അതങ്ങ് തീർക്കാൻ ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ ജുവലറി കൊണ്ടുപോയി സ്വർണം ഒന്ന് ഉരച്ചു നോക്കി. അപ്പോഴല്ലേ മനസ്സിലായത് മാഡം തന്നതൊന്നും സ്വർണമായിരുന്നില്ല, നല്ല 916 മുക്കുവണ്ടമായിരുന്നു. ത്രിവിക്രമ, നിങ്ങളെ ആരോ പറ്റിച്ചതാ? അതെ, പറ്റിച്ചത് തന്നെയാണ്. വേറെ ആരുമല്ല, മാഡം തന്നെ. ഞാൻ എന്തിനാ തന്നെ പറ്റിക്കുന്നേ? ഞാൻ എന്തിനാ നിങ്ങൾക്ക് ഗോൾഡ് കവറിംഗ് തരുന്നേ? താൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അത് ഒറിജിനൽ ഗോൾഡ് തന്നെയാണ്. അഭിനയം നന്നായിട്ടുണ്ട് മാഡം. പക്ഷെ ഇങ്ങനത്തെ നമ്പരൊക്കെ ഈ ത്രിവിക്രമൻ പണ്ടേ ഇറക്കിയതാ. മാഡം ഇത്രയും ചീപ്പായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ. ത്രിവിക്രമ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല. അയ്യോ മാഡം, പേടിപ്പിക്കല്ലേ. ഞാനേ മാഡത്തിന്റെ വീട്ടിലെ ജോലിക്കാരനല്ല, ത്രിവിക്രമനാ, ത്രിവിക്രമൻ. മാഡം പറഞ്ഞ പോലെ മാഡം ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ത്രിവിക്രമൻ ആരാണെന്ന് ശരിക്കും മാഡം ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. മാഡത്തിന്റെ കയ്യിൽ നിന്ന് മുക്കുകൊണ്ടമല്ലാത്ത നല്ല 24 കാരറ്റ് ഗോൾഡ് വാങ്ങിക്കാനുള്ള മരുന്ന് മാഡമായിട്ട് എന്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട്. സമയാസമയത്തിന് മാഡത്തിന് എല്ലാം മനസ്സിലാവും. പക്ഷെ പലപ്പോഴും സാറിന്റെ മൗനത്തിൽ ഞാൻ സന്തോഷം കണ്ടെത്തിയിരുന്നു. പക്ഷെ അതെല്ലാം അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ പച്ചയായിട്ട് സാറിനെ തിരസ്കരിച്ചു. അന്ന് സാറെന്തോ മൂഢസ്വർഗത്തിലായിരുന്നു, ശ്രീലക്ഷ്മി എന്ന സ്വർഗത്തില്. വിശ്വാസത്തെക്കുറിച്ച് എപ്പോഴും വാതോരാതെ സംസാരിക്കുന്ന സാറിന്റെ വിശ്വാസ പ്രമാണങ്ങൾ എല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു ശ്രീലക്ഷ്മിയുടെ പ്രവൃത്തികൾ മുഴുവൻ. ദാ ഇവിടെ പൊടി പിടിച്ച് കിടപ്പുണ്ട് സർ, പണ്ടെങ്ങോ അടിച്ചമർത്തപ്പെട്ട കുറെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും. പഴയ ശ്രീലക്ഷ്മി, പുതിയ ശ്രീലക്ഷ്മി എന്ന് സാറിന്റെ ജീവിതത്തെ രണ്ടായിട്ട് കീറി മുറിക്കുമ്പോഴും സാൻഡ്ര എന്നും സാൻഡ്രയായിട്ട് തന്നെ തുടരുന്നുണ്ട്. സാറിന്റെ ഒരു പിൻവിളിക്കായിട്ട് ഞാൻ കാത്തിരിക്കുക. അധികമൊന്നും വേണ്ട സർ, കുറച്ചു കാലം, വളരെ കുറച്ചു കാലം പുറകോട്ട് പോയാ സാറിന് മനസ്സിലാവും സാൻഡ്രയുടെയും ശ്രീലക്ഷ്മിയുടെയും വ്യത്യാസം. സാറിന്റെ മുന്നില് മറുപടിയില്ലാതെ നിൽക്കുന്നത് കാണുമ്പോ സത്യത്തില് എനിക്ക് സാറിനോട് സഹതാപമുണ്ട്. എന്റെ ജീവിതം ഞാനെടുത്ത് സാറിന്റെ ഉള്ളം കയ്യിൽ വെച്ച് തന്നിട്ടും സാർ അതിനെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചതിലുള്ള സഹതാപം. സാറും ശ്രീലക്ഷ്മിയും മതിമറന്ന് നടന്ന നാളുകളില് ഒരു അനാഥയായ പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥ ശരിക്കും ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാനും ശ്രീലക്ഷ്മിയും അന്ന് സാറിനെ ആഗ്രഹിച്ചു. എനിക്ക് കിട്ടാതെ പോയത് ശ്രീലക്ഷ്മിക്ക് കിട്ടി. ഏതൊരു സാധനവും സ്വന്തം ആകുന്നത് വരെയല്ലേ ഉള്ളൂ അതിന്റെ ഭംഗി. അത് സാറിന്റെയും ശ്രീലക്ഷ്മിയുടെയും കാര്യത്തില് ശരിയായിരുന്നു. അതൊന്നും അന്നോ ഇന്നോ സാറിന് മനസ്സിലാവില്ല. രേഖ മാഡം പറഞ്ഞതുപോലെ അന്ന് എപ്പോഴോ ഞാൻ പ്രാർത്ഥിച്ചത് ഈശ്വരൻ നേടിത്തന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു. ഇല്ല രവി, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല.
ഞാനതിന് സമ്മതിക്കില്ല. നീ പറഞ്ഞ പോലെ ഞാൻ നിന്റെ പഴയ രാജാറാമാടാ. നിന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോ പിടിവിട്ടു പോയതാ. നീ എന്നോട് ക്ഷമിക്കടാ. ഞാൻ കാരണം, എന്റെ എടുത്തിയാട്ടം കാരണം നിനക്കിനി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം. ട്രസ്റ്റ് മീ രവി. നീ നിന്റെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യണം. അതിനാ ഞാൻ ഇത്ര സംസാരിച്ചത്. ചില സമയങ്ങളിൽ എടുത്തിയാട്ടത്തേക്കാൾ കൂടുതൽ നല്ലത് സംയമന രാജാറാം. നമ്മൾ പോരാടുന്നത് പകയോടെ എന്റെ മുന്നിൽ വരാത്ത ശത്രുവിനോടും പ്രണയത്തോടെ എന്റെ മുന്നിലുള്ള ശ്രീലക്ഷ്മിയുടെ ജീവിതത്തോടും. രണ്ടിലൊരിക്കൽ വിജയിക്കണം. അതിനാ എന്റെ വലതുവശത്തായി നീ ഉണ്ടാകണം രാജാറാം. എന്റെ ഒടുങ്ങാത്ത പകയിലും പ്രണയത്തിലും നിന്റെ സാന്നിധ്യം എനിക്ക് വേണം. ആദ്യം നല്ലൊരു വണ്ടിയായിരുന്നു മോളെ. ഈ വീടിന് അഡ്വാൻസ് കൊടുക്കാൻ കാശ് തികയാതെ വന്നപ്പോഴേ അച്ഛൻ അതങ്ങ് വിറ്റു. നീ പഴംപുരാണം പറയാതെ ദോശ ചുടാൻ നോക്കടി. ആ ആൾക്കാരിപ്പോ വന്നുകൊണ്ടേയിരിക്കും. മാറിങ്ങോട്ട്, ഞാൻ ചൂടാം. എന്താ മോളെ ഇത്? മോള് നിനക്ക് ചെയ്യണത്? മോൾ അതൊക്കെ അവിടെ വെച്ചിട്ട് അവിടെ ഞാൻ പോയിരിക്കും. ഇതൊക്കെ അച്ഛൻ ചെയ്തോളാം. മാറിയിരുന്ന് റെസ്റ്റ് എടുക്കാനാണെങ്കിൽ എനിക്ക് വീട്ടിലിരുന്നാ പോരായിരുന്നില്ല അച്ഛാ. ഞാനിവിടെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സഹായം ചെയ്തു തരാന്ന് വിചാരിച്ചു വന്നല്ലേ. അതപ്പോ നന്നായ മോളെ. ശ്രീലക്ഷ്മി, നീ ഇപ്പൊ ആരാണെന്ന് മറക്കരുത്. അച്ഛാ, ഇതൊക്കെ എനിക്ക് കുറച്ചു നാളുകൾക്ക് മുമ്പുണ്ടായ സ്റ്റാറ്റസാ. അതിനു മുൻപ് ഞാൻ നീരേറ്റ് കോളനിയിലെ സുദർശന ഭവനത്തിലെ സുദർശന്റെ ഒരേ ഒരു മകൾ മാത്രമായിരുന്നു. ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച് ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരി പെൺകുട്ടിയായ എനിക്ക് ഇനി എന്ത് വലിയ സ്റ്റാറ്റസ് ഉണ്ടായാലും പഴയതൊന്നും മറക്കാൻ എനിക്ക് ആവില്ല. ഇനി എന്ത് വലിയ സ്റ്റാറ്റസ് ഉണ്ടായാലും പഴയതൊന്നും മറക്കാൻ എനിക്ക് ആവില്ല. ഞാൻ ഒരിക്കലും പുതിയൊരാളാവാൻ ശ്രമിക്കേയില്ല. അങ്ങനെ ഞാൻ മാറിയാൽ അതെന്റെ അച്ഛന്റെ അമ്മയുടെയും വളർത്തുദോഷായേ കാണുന്നവർക്ക് തോന്നും. ഞാൻ വളർന്ന സാഹചര്യവും അച്ഛന്റെ അമ്മയുടെയും കഷ്ടപ്പാടും ഞാൻ ഒരിക്കലും മറക്കില്ല. അതൊന്നും മറന്ന് ഞാൻ ജീവിക്കേയില്ല. മോളെ ശ്രീലക്ഷ്മി, നീ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോ എനിക്ക് നിന്നോട് അഭിമാനം തോന്നാ മോളെ. നിന്നെ പ്രസവിച്ച് വളർത്തിയത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. അത് മാത്രല്ല, അമ്മ മനസ്സ് നിറഞ്ഞു പറയാ, എന്റെ മോളെ മരുമകളായി കിട്ടിയത് വർമ്മൻ കുടുംബത്തിന്റെ ഭാഗ്യ. സരോജം പറഞ്ഞത് വളരെ ശരിയാ മോളെ. അച്ഛനും അത് തന്നെയാ പറയാനുള്ളത് മോളെ. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. അല്ല മോളെ, മോളിങ്ങോട്ടൊന്ന് വന്നേ. അമ്മ മോളോടൊരു കാര്യം ചോദിക്കണമെന്ന് ആലോചിച്ചിരുന്നു. ഇപ്പോ വർമ്മൻ കുടുംബം എന്ന് പറഞ്ഞപ്പോഴാണ് അത് ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചത്. രവിസാറിന്റെ നല്ല മനസ്സിനെ കുറിച്ച് അമ്മയ്ക്കറിയാം. എന്നാലും അവിടെ നിനക്ക് സുഖമല്ല. അച്ഛനും അമ്മയും വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. എനിക്കൊന്ന് ടൗൺ വരെ പോണം. ഞാൻ പോയിട്ട് നേരെ വീട്ടിലോട്ട് വരാം. അതിന് മോള് എന്തിനാ പോകുന്നത്? മോക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അച്ഛനോട് പറ, അച്ഛൻ പോയി വാങ്ങിച്ചോണ്ട് വരാം.
മോള് അമ്മയുടെ കൂടെ വീട്ടിലേക്ക് വെക്കോ. അതെ മോളെ, അതാ നല്ലത്. അയ്യോ അമ്മ, ഞാൻ തന്നെ പോയാലേ ശരിയാവൂ. അതാ. എന്താ മോളെ ഇത്? ദേ, നീ പോവാണെന്ന് പറഞ്ഞപ്പോ തന്നെ നിന്റെ അച്ഛന്റെ മുഖം മാറിയത് കണ്ടോ? നീ വന്നപ്പോ തൊട്ട അച്ഛന്റെ മുഖത്ത് ഇത്രയും സന്തോഷം കാണുന്നത്. നിനക്കെന്താ വേണ്ടെന്ന് വെച്ചാ അച്ഛൻ വാങ്ങിച്ചോണ്ട് വരും. അതാ അച്ഛന് സന്തോഷം. അച്ഛാ, അത് ഞാൻ കൃഷ്ണനോട് ഷോപ്പിങ്ങിന് ചെല്ലാന്ന് വാക്ക് കൊടുത്തുപോയി. അതല്ലേ. ഇനിയിപ്പോ ഞാൻ ചെന്നില്ലെങ്കിൽ കൃഷ്ണയ്ക്ക് അത് വിഷമാവും. പിന്നെ കൃഷ്ണ ഒറ്റയ്ക്ക് പോണ്ടേ? അത് ശരി. എങ്കിലേ കൃഷ്ണ ഒറ്റയ്ക്ക് പോട്ടെ. കൃഷ്ണയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്നതാണ് ഇപ്പൊ വലിയ കാര്യം. സരോജ, മതി നിർത്ത്. ഇനി അതിനെപ്പറ്റി ഒരു തർക്കം വേണ്ട. ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ച് വളർന്നവരല്ലേ അവര്. ഇപ്പൊ ഷോപ്പിങ്ങിന് ചെല്ലാമെന്ന് വാക്ക് കൊടുത്തിട്ട് ചെല്ലാതിരുന്ന കൃഷ്ണൻ എന്ത് വിചാരിക്കും? എന്ത് വിചാരിച്ചാലെന്താ? ഇതാ ഞാൻ പറയണത്, ചില സമയത്ത് നിനക്ക് തീരെ ബുദ്ധിയില്ലാന്ന്. മോള് വലിയ വീട്ടിലെ മരുമകളായതിനു ശേഷം പഴയ ചങ്ങാത്തത്തിനൊന്നും വില കൽപ്പിക്കുന്നില്ലെന്ന് കൃഷ്ണ വിചാരിക്കില്ലേ? മോളെ ശ്രീലക്ഷ്മി, നീ പോയിട്ട് വാ. വേഗം തിരിച്ചെത്തണം കേട്ടോ. ശരി അച്ഛാ, പോയിട്ട് വരാം അമ്മേ. ശരി ശരി, വേഗം വരണേ മോളെ. ഇല്ലെങ്കിലേ നിന്റെ അച്ഛൻ എനിക്ക് സമാധാനം തരില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും. നീ വരാൻ താമസിച്ചാ പിന്നെ കുറ്റം എനിക്കാവും. ശരി അമ്മേ, ഞാൻ പോയിട്ട് വേഗം വരാം. ആ, സൂക്ഷിച്ചു പോണേ മോളെ. ശരി അമ്മേ, പോയിട്ട് വരാം. അച്ഛാ ശരി. ശരി മോളെ. ശ്രീലക്ഷ്മിയെ സെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പേരേ ഉള്ളൂ, രവിചന്ദ്ര വർമ്മൻ. പഴയതിനെ കുറിച്ച് നീയോ മറ്റാരെങ്കിലുമോ ശ്രീലക്ഷ്മിയെ ഓർമ്മപ്പെടുത്താതിരുന്നാൽ ഇവിടെ വേറെ ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. അതെ രാജാറാം, രാജനന്ദിനെ കുറിച്ചോ ഞങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ചോ ഓർക്കുന്നതൊന്നും ശ്രീലക്ഷ്മിന് കേൾക്കാനോ കാണാനോ പാടില്ല. അതിന് പഴയതെല്ലാം ഇല്ലാതാക്കണം. എല്ലാം നശിപ്പിച്ചേ മതിയാവും. ഈ വീടും ഈ കാറും അങ്ങനെയല്ല. ഓർമ്മകളിൽ ദുഃഖിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സത്യത്തെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ രാജാവ്. കുറച്ച് വിഷമങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഞാനും ശ്രീലക്ഷ്മിയും തമ്മിൽ സന്തോഷത്തോടെയുള്ള ജീവിതത്തിനിടയിൽ അതൊക്കെ മറക്കാൻ എനിക്ക് എളുപ്പമാണ്. ഇപ്പൊ നീ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്കറിയാം. ഈ വീട് നിനക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റൂരിക്കും. നീ നേരത്തെ പറഞ്ഞ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ മണ്ണ്, രാജനന്ദിനെ അടക്കിയിരിക്കുന്ന ഈ മണ്ണ്, എന്ത് കാരണം കൊണ്ടായാലും മറ്റൊരാൾ കയ്യേറുന്നത് നോക്കി നിൽക്കാൻ നിനക്കാവില്ല. അങ്ങനെ മനസ്സ് മുറിഞ്ഞ് കണ്ണു നിറഞ്ഞ് ഒരു തീരുമാനം നീ ഇപ്പൊ എടുക്കണ്ട. രാത്രിയിൽ എന്തോ അന്വേഷിച്ചിറങ്ങി ഈ വീട്ടിനടയിലെത്തിയ ശ്രീലക്ഷ്മി അല്ല ഇപ്പൊ നിന്റെ മുന്നിലുള്ളത്. ഇപ്പോ ശ്രീലക്ഷ്മി കറക്റ്റ് ട്രാക്കിലാണ്. നീ ആഗ്രഹിച്ച ശ്രീലക്ഷ്മിയോടൊപ്പമുള്ള ജീവിതം നിന്റെ കൈകളിലേക്ക് എത്താനാണ് കൂടുതൽ സാധ്യത. ഇനിയും ശ്രീലക്ഷ്മി പഴയതുപോലെ ആവാതിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് ഭംഗിയായി ചെയ്താൽ മാത്രം മതി. ഇനി ചികിത്സ കൊണ്ടാണ് ഭേദമായതിന്റെ ലക്ഷണങ്ങൾ കാണുന്നതെങ്കിൽ ഇനിയും സിറ്റിംഗ് ഉണ്ടല്ലോ. അതിന്റെ അവസാനം നമുക്ക് തീരുമാനിക്കാം ഇനി എന്തും. രവി, നീ ഇതെവിടെ പോന്നു? ഈ വീട്ടിനുള്ളിലേക്ക്. രവി, വേണ്ട രവി, അത് നിന്നെ കൂടുതൽ സങ്കടപ്പെടുത്തുകയുള്ളൂ. അറിഞ്ഞു വെച്ചുകൊണ്ട് വിഷമങ്ങൾ അങ്ങോട്ട് പോയി വാങ്ങണ്ട. 20 വർഷം കഴിഞ്ഞു ഇതിനകം ഒന്ന് കണ്ടിട്ട്. ഇതുവരെ അകത്തേക്ക് കയറണം തോന്നിയിട്ടുമില്ല. പക്ഷെ
ഇപ്പൊ എന്നെ അകത്ത് നിന്ന് ആരോ വിളിക്കുന്നത് പോലെ. പ്രിയപ്പെട്ടതെന്തോ അകത്തെനിക്ക് വേണ്ടി ഉള്ളതുപോലെ. അതെല്ലാം നിന്റെ തോന്നലിൽ നിന്നുണ്ടാകുന്നതാണ് രവി. പിന്നെ ആര് വരാനാ ഇവിടെ? അങ്ങനെ ഒരു തോന്നൽ രാജാറാം. അത് വെറും തോന്നൽ മാത്രമാ. നീ വന്നേ, നമുക്ക് പോവാം. രാജനന്ദിനിയുടെ അടുത്ത് പോണ്ടേ? ശരി, ഇനി നിന്നനുസരിച്ചില്ല എന്ന് വേണ്ട. ഇതിപ്പോ സാറ് കാത്തിരുന്ന് മുഷിയാണല്ലോ. അവളെന്തോ ഇനി മാത്രം വാങ്ങി കൂട്ടുന്നത്. ഇപ്പൊ വരും സരോജം. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഷോപ്പിങ്ങിന് എന്നൊക്കെ പറഞ്ഞു പോയാ സമയം പോകുന്നവര് ശ്രദ്ധിക്കില്ലല്ലോ. സാറ് വന്ന കാര്യം അവൾ അറിഞ്ഞു കാണില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഞാൻ വിളിച്ചു നോക്കിയതാ, ബട്ട് ഔട്ട് ഓഫ് കവറേജ്. ഞങ്ങളും ഇങ്ങോട്ടുള്ള വരവ് പ്ലാൻ ചെയ്തിരുന്നില്ലല്ലോ. അതാ ശ്രീലക്ഷ്മിയെ ഇൻഫോം ചെയ്യാനാകാഞ്ഞത്. നോ പ്രോബ്ലം. ഞാൻ ശ്രീലക്ഷ്മിയെ കാത്തിരുന്ന് മുഷിഞ്ഞു എന്നൊന്നും വിചാരിക്കണ്ട. ശ്രീലക്ഷ്മി വരുമ്പോ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. പോകുന്ന വഴിയില് ഞങ്ങളൊന്ന് അന്വേഷിക്കാം. അജറ, നമുക്കിറങ്ങാം. എന്താ മോളെ ഇത്? എന്താ ഇത്രയും താമസിച്ചത്? രവി സാർ എത്ര നേരം നിന്നെ കാത്തു നിൽക്കാന്നറിയോ? സോറി സർ,
കൃഷ്ണ കുറച്ചു ദിവസമായിട്ട് ഷോപ്പിങ്ങിന് പോണെന്ന് പറയുന്നു. അതാ ഞാൻ. ഉത്സവത്തിന്റെ സീസൺ ആയതുകൊണ്ട് റോഡിലൊക്കെ ആകെ തിരക്കായിരുന്നു. അതാ ലേറ്റ് ആയത്. ശ്രീലക്ഷ്മി മാഡം, മാഡത്തിന് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകണമെന്ന് തോന്നുന്നെങ്കിൽ ജസ്റ്റ് മേക്ക് എ കോൾ. ഞാൻ കാർ അയക്കാം. മാഡം ഇങ്ങനെ തനിച്ച് ടാക്സി സഞ്ചരിക്കുന്നത് ഒട്ടും സേഫ്റ്റി അല്ല. ഓക്കെ സർ, ഇനി ഞാൻ സൂക്ഷിച്ചോളാം. അല്ല, ശ്രീലക്ഷ്മി ഷോപ്പിങ്ങിന് പോയതാണെന്ന് പറഞ്ഞിട്ട് കയ്യിൽ കവറൊന്നും കാണുന്നില്ലല്ലോ. അത് ഞാനൊന്നും വാങ്ങിയില്ല ദീപു. കൃഷ്ണയ്ക്ക് വേണ്ടിയാ ഞങ്ങള് ഷോപ്പിങ്ങിന് പോയത്. ആണോ? എന്നാലും കൃഷ്ണനെ വിളിക്കാതെ പോയല്ലോ. വീട്ടിലോട്ട് പോയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവക്ക്. എന്താണോ തന്നെ ആലോചിക്കുന്നത്? ഒന്നുമില്ല സർ. കൂടുതലൊന്നും താനിപ്പോ ആലോചിക്കണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പോഴത്തെ ഈ വിഷമത്തിനൊക്കെ നാളെ ഒരു സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ നമുക്കിനി സമയമായിട്ടില്ലെന്ന് കരുതാം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ തനിക്ക് വിഷമമൊന്നും ഉണ്ടാകരുത്. നാളെ ട്രീറ്റ്മെന്റ് സെക്കൻഡ് സെക്ഷനാണ്. നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഇത് പറയാനാണ് സർ വന്നത്? ഇതുകൂടി പറയാനാണ് വന്നത്. പിന്നെ ഇതൊന്നും ഇവിടെ ആരും അറിയാത്ത ശ്രദ്ധിക്കണം. എന്താ ശ്രീലക്ഷ്മി, കൊച്ചുകുട്ടികളെ പോലെ ഇത്രയും മുഴുവാണ്ട കാര്യമൊന്നുമില്ല. എല്ലാം നല്ലതിനു വേണ്ടിയല്ലേ. വിഷമിക്കാതെ. വിഷമിക്കാതെ പിന്നെ സന്തോഷിക്കണം സർ. ആരെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യമാണോ എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഉണ്ടാവുന്നത്? പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ വിഷമമായി തോന്നിയാലും കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഇതൊക്കെ ചെറിയൊരു ചിരിയോടെ ഓർത്തെടുക്കാനുള്ള ഓർമ്മകൾ മാത്രമായിരിക്കും. ട്രസ്റ്റ് മീ, പ്ലീസ് ശ്രീലക്ഷ്മി. എനിക്കറിയാം സർ, ഇതൊന്നും ആകസ്മികമായി സംഭവിച്ചതല്ല. എല്ലാം എന്റെ നിയോഗം. ദൂരേക്ക് വലിച്ചെറിയേണ്ട എന്റെ സ്നേഹത്തെ എന്നെ സാർ എപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുന്നതില എനിക്ക് അത്ഭുതം. അങ്ങനെ വലിച്ചെറിയാൻ പറ്റുന്നത് ഒന്നാണോ ശ്രീലക്ഷ്മി എനിക്ക് താൻ? ഈ ലോകത്തെ എന്റേതെന്ന് പറയാൻ എനിക്ക് താനല്ലേ ഉള്ളൂ. മുമ്പ് വായ്മുറിഞ്ഞ് പറഞ്ഞതിനും പെരുമാറിയതിനും താൻ എന്നോട് ക്ഷമിക്കണം. ഹാപ്പി രാജാറാം സർ, നമ്മുടെ സാൻഡ്ര കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഇവിടെ മുഴുവൻ സ്റ്റാഫുകൾക്കും പാർട്ടി അറേഞ്ച് ചെയ്യണം. ഓക്കെ സർ. ഇനി സാൻഡ്രക്ക് എന്താ സ്പെഷ്യൽ ആയിട്ട് വേണ്ടത്? എന്തായാലും പറയാം. സർ, എന്റെ ബർത്ത്ഡേ എനിക്ക് വലിയൊരു ബിഗ് ഡേ ഒന്നുമല്ല. എന്നത്തെയും പോലെ ഒരു ദിവസം, അത്രേ ഉള്ളൂ. ഈ ഓഫീസിൽ വന്നതിന് ശേഷം ആ ദിവസത്തിന് എന്തുമാത്രം പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിന്റെ ഒരു ഹഗ്, ഇപ്പൊ തന്നെ ഈ ഹഗിനപ്പുറം, എന്നെ സാർ ചേർത്ത് പിടിച്ച ഈ നിമിഷത്തിനപ്പുറം ഈ ലോകത്ത് മറ്റൊന്നും എന്നെ ഭ്രമിപ്പിക്കുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.